ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കരപ്പയറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി കാണിച്ചു തരുന്നത്. ഇതൊരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട പയറാണ്. തേങ്ങ ചിരകി വെച്ചത്, ഏലക്കായ, ഓയില്, ഉപ്പ്, അരിപ്പൊടി, അച്ചുവെല്ലം, പിന്നെ തേങ്ങാക്കൊത്ത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പയറൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇത് ഒരു 4-5 വിസിലായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അച്ചുവെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അച്ചുവെല്ലം ഒന്ന് ഇട്ട് കൊടുക്കാം. ശർക്കര ആയാലും മതി. നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഈ പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയാണ് ചേർക്കുന്നത്. മുഴുവൻ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അച്ചുവെല്ലം ഉരുക്കിയതാണ്, അത് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അരിപ്പൊടിയിലേക്ക് അച്ചുവെല്ലം ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം പയറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു പാനിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി വെന്ത് വരണം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് പയറിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ശർക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉറപ്പായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണിൽ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ, താങ്ക് യു.